എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു മഴക്കാലത്ത് 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിത്യമുള്ള അരിപ്പൊടി വെച്ചിട്ടാണ്. അരിപ്പൊടി കൊണ്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം വളരെ ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുപ്പികളിൽ സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കേടൊന്നും ആവാതെ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ എങ്ങനെയാണ് 4 മണിക്ക് നല്ല ക്രിസ്പി പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് 4 മണി പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/4 കപ്പ് അളവുള്ളതാണ്. ഇതിനായിട്ട് നമുക്ക് അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്തിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം എടുക്കേണ്ടതും. ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ചേർക്കുന്നത് 1 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1 നുള്ളു കായപ്പൊടി കൂടെ ചേർക്കാം. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടെ ചേർക്കാം. ജീരകത്തിന്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകവും 1 സ്പൂൺ നിറയെ തന്നെ കറുത്ത എള്ളും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പൊടി ഒന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് വാട്ടിയെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പൊടി അളന്നെടുത്ത അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടിയുടെ ക്വാളിറ്റി അനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവും വ്യത്യസ്തമായിരിക്കും. ഇനി നമ്മുടെ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. വെള്ളം ഇപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ പൊടി അല്പം ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടതും. ഈ ഒരു സമയത്ത് വെള്ളം പോരായ്മ വരുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമെല്ലാം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അതും ചൂടുവെള്ളമായിരിക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതും. ഇപ്പോൾ നമ്മുടെ പൊടി നല്ലോണം തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. പൊടി പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ പൊടി ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. 10 മിനിറ്റ് നേരം മൂടി വെച്ച പൊടി മൂടി തുറന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു പൊടിക്ക് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. കൈ ഒന്ന് നനച്ചതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടി കുഴച്ചെടുക്കാം. നമ്മുടെ കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മൾ തയ്യാറാക്കുന്ന പലഹാരവും നല്ല രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നതും. ഈ ഒരു സമയത്തും നിങ്ങൾക്ക് പൊടി കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്പം വെള്ളമെല്ലാം തളിച്ച് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ടും. പൊടി കുഴച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗവും നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അതിനായിട്ട് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതെ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ പൊടി ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ച പൊടിയിൽ നിന്നും ചെറിയ ചെറിയ ബോൾസുകളായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ബോളാക്കി മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ബോളും ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ കുറച്ച് വെള്ളമെല്ലാം നനച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ബോളും ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഈ ബോളുകളൊക്കെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇത് മൊരിയിച്ചെടുക്കാനായിട്ടുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ബോൾസുകൾ ഓരോന്നായിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഷേപ്പാക്കി എടുക്കുന്നത്. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച് ഒന്ന് താത്തിയും കൂടെ കൊടുക്കാം. ആദ്യ പലഹാരം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഷേപ്പാക്കിയത് പോലെ തന്നെയാണ് രണ്ടാമതും ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ളത് ചെറിയ ചട്ടി ആയതുകൊണ്ട് ഒരു 3 എണ്ണം വീതമാണ് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനിയിപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത പലഹാരം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മുരിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണ നല്ലപോലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലേറ്റിലേക്കാണ് മാറ്റേണ്ടത്. അതിനുശേഷം രണ്ടാമത് ഇട്ട് കൊടുത്ത പലഹാരവും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഓരോ പലഹാരവും എണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ടും കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മഴക്കാലത്ത് 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട്
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. അങ്ങനെ നമ്മുടെ പലഹാരങ്ങളെല്ലാം തന്നെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റുവാണ്. നല്ല മുരിഞ്ഞ പലഹാരമാണ്. മധുരം ഒന്നും തന്നെ ചേർക്കാതെ വളരെ ഈസി ആയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ പലഹാരവും ഉണ്ടാക്കി മാറ്റാം. ഇനിയിപ്പോ പൊടിയുടെ അളവുകൾ കൂട്ടി കൂടുതൽ അളവിൽ ചെയ്തു വെക്കുവാണെങ്കിൽ കുറെ കാലത്തേക്ക് നമുക്ക് ടിന്നുകളിൽ അടച്ച് സൂക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. ഇനിയിപ്പോ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ പോരായ്മ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം പൊടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ടും. നമ്മൾ എടുക്കുന്ന പൊടിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇതിലേക്ക് ചേരുന്ന വെള്ളത്തിന്റെ അളവും. ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ച് നമുക്ക് പൊടി കുഴച്ചെടുത്താൽ ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള പലഹാരങ്ങൾ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.